ഇത് നമ്മുടെ വാൽവ് ടൈമിംഗ് ഡയഗ്രം, അതിൻ്റെ കാൽക്കുലേഷൻ പാർട്ടാണ്. വാൽവ് ടൈമിംഗ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റാണ്. വലിയ മെനക്കേടുകളോ മറ്റോ ഒന്നുമില്ല. പ്രൊസീജിയർ അറിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പാസ്സാകാം. ഇപ്പോൾ വാൽവ് ടൈമിങ്ങിൻ്റെ ഒബ്സർവേഷൻ ആദ്യം നോക്കുക. ഒബ്സർവേഷനകത്ത് സർക്കംഫറൻസ് ഓഫ് ദി ഡിസ്ക്. നമ്മൾ ആ എക്സ്പെരിമെൻ്റ് സെറ്റപ്പിനകത്ത് ആ എൻജിന് ഫ്ലൈ വീലിന് പകരം ഒരു കറുത്ത ഡിസ്കും ഒരു പോയിൻ്ററും കൊടുത്തിട്ടുണ്ടല്ലേ. ആ കറുത്ത ഡിസ്കിൻ്റെ ചുറ്റളവ്, പെരിമീറ്റർ, സർക്കിളിൻ്റെ കേസ് വരുമ്പോൾ അത് സർക്കംഫറൻസ് ആണെന്ന് പറയുക. സർക്കംഫറൻസ് എന്ന് പറയും. ആ സർക്കംഫറൻസ് ആണ് പി = 64 സെൻറ്റിമീറ്റർ. ഈ 64 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മളത് ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ. ആ ഒരു എക്സ്പെരിമെൻറ്റ് സെറ്റപ്പ് നമ്മൾ ഒരു മാറ്റവും വരുത്തുന്നില്ല. അതെടുത്ത് ഇനി അഥവാ മാറ്റം വരുത്തണമെങ്കിൽ മാനുഫാക്ചർ തീരുമാനിക്കണം. നമ്മളതിൽ മാറില്ല. അപ്പോൾ ഈ 64 എന്നുള്ള വാല്യൂ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ശേഷം ഡയമീറ്റർ ഓഫ് ദി ഡിസ്ക് ഡി. പെരിമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ, കിട്ടിയ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് സർക്കിളിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തിൽ നിന്നും ചുറ്റളവ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡിസ്കിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാം. ഡിസ്കിൻ്റെ ഡയമീറ്റർ പറയുമ്പോൾ P = πd അല്ലെ 2πr. 2r ആണ്. 2 × റേഡിയസ് ആണ് d. അല്ലെങ്കിൽ 2πr എന്ന് എഴുതാം, അല്ലെങ്കിൽ d എന്ന് എഴുതാം. P = 2πr അല്ലെങ്കിൽ πd. നമുക്ക് വേണ്ടത് ഡിസ്കിൻ്റെ ഡയമീറ്ററാണ്. അപ്പോൾ d തന്നെ, ഇത് തന്നെ എടുക്കും. P = π × d. പിയുടെ വാല്യൂ എത്രയാണ്? 64. പിയുടെ വാല്യൂ 64. 64 × π × d. അപ്പോൾ അതിൽ നിന്നും d = 64/π 20.37 എന്ന് കിട്ടും. അത് സെൻറ്റിമീറ്ററിലാണ്. സെൻറ്റിമീറ്റർ 64 എന്നുള്ള സർക്കംഫറൻസ് സെൻറ്റിമീറ്ററിലാണ്, ഡയമീറ്റർ സെൻറ്റിമീറ്റർ. മറ്റേത് ഏരിയയാണ്. ഏരിയ സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെ മീറ്റർ സ്ക്വയർ എന്ന് പറയും. ചുറ്റളവാണ്. അതായത് ഇപ്പം ഈ ഒരു ഇതിൻ്റെ ചുറ്റളവാണ് ഇതിൻ്റെ കാണുന്നത്. ചുറ്റുമുള്ള അളവ് അത് സെൻറ്റിമീറ്റർ അങ്ങനെ വരും. അപ്പോൾ സർക്കംഫറൻസ് ഉള്ളത് സെൻറ്റിമീറ്ററിലാണ്, അല്ലെങ്കിൽ മില്ലിമീറ്ററിലോ മീറ്ററിലോ ആകാം. അത് യൂണിറ്റ്, അത് വിഷയമല്ല. അപ്പോൾ ഇതിനിയും പറഞ്ഞ എന്തിനാ അറിയാമോ? ശരിക്കും നമ്മുടെ ഒരു ഫോർമുലയുണ്ട്. ഏത്? ആർക്ക് ലെങ്ത് കിട്ടിയിട്ട് അതിൽ നിന്ന് ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല ഇതാണ്. ആ ഫോർമുല ആംഗിൾ ഇൻ ഡിഗ്രി, അത് തീറ്റയാണ്. തീറ്റ = S × 360 / d × π. d × π എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചില്ലേ പെരിമീറ്ററിനകത്ത് നിന്ന് ഡയമീറ്റർ. അപ്പോൾ ഡയമീറ്റർ × π എന്ന് പറഞ്ഞാൽ 2πr എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ തന്നെയാണ്. സോറി, പെരിമീറ്റർ എന്ന് അല്ല ശരിക്കും പറയേണ്ടത്, സർക്കംഫറൻസ് എന്നാണ് ശരിക്കും പറയേണ്ടത്. എഴുതണ്ടോ? S × 360 / d × π = ഇതാണ് സെയിം S/P. സർക്കംഫറൻസ് P × 360 ചെയ്താലും ഈ സെയിം തീറ്റ തന്നെ കിട്ടും. ഓക്കെ, ഇനി ഒരു ചെറിയ സംഭവം. നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള മാനുവലിനകത്ത് ഇതുപോലെയല്ല തന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ പഠിച്ചു. എക്സാമിന് നമ്മളെ തെറ്റിക്കാതെ കാര്യങ്ങൾ മുന്നോട്ടുണ്ട്. അപ്പം കൂടുതൽ അന്വേഷിക്കണ്ടല്ലോ, ഇതിനെപ്പറ്റി അന്വേഷിക്കേണ്ട, ഇങ്ങനെ തന്നെ പഠിക്കുക. ഇനി നമുക്കൊരു ആർക്ക് ലെങ്ത് എന്താണ്? S. ഈ ആർക്ക് ലെങ്ത് നമ്മൾ ഡിസ്ക് ഉപയോഗിച്ച് കണ്ടുപിടിക്കുക ചെയ്യുന്നത്. ആ ആർക്ക് ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് സെൻറ്റിമീറ്ററിലാണ്, അത് കിട്ടിക്കഴിഞ്ഞാൽ തീറ്റ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പം S × 360. ഇതാ S ആണ്. 2.5 സെൻറ്റിമീറ്റർ. ഒരു എക്സാമ്പിളാണ്. 2.5 സെൻറ്റിമീറ്റർ 360. ഇനി 20.37 എന്തുവാ? അതാണ് ഡയമീറ്റർ D. നമ്മൾ കണ്ടുപിടിച്ച D × π = കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 14 ഡിഗ്രി എന്ന് കിട്ടും. 14. ഇങ്ങനെയാണ് നമ്മൾ ആർക്ക് ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ തീറ്റ ആംഗിൾ കണ്ടുപിടിക്കുന്നത്. ഇനി നോക്കിയേ, ഇതാണ് വാൽവ് ടൈമിംഗ് ഡയഗ്രത്തിൻ്റെ ടാബുലർ കോളം. അതിൽ ഫസ്റ്റിൽ സീരിയൽ നമ്പറാണ്. പിന്നെ രണ്ടാമത്തെ ഇവൻറ്റുകളാണ്. ഇവൻറ്റുകൾ ഏതൊക്കെയാണ്? ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആകുന്ന ഒരു ഇവൻ്റാണ്. ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് ഇവൻ്റ് നടന്ന് ക്ലോസ് ചെയ്യും. ഇൻലെറ്റ് വാൽവ് ക്ലോസ് ആകുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഫയറിങ് കഴിഞ്ഞ് പവർ സ്ട്രോക്കും കഴിഞ്ഞാൽ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആകും. അടുത്ത ഇവൻ്റാണ്, മൂന്നാമത്തെ ഇവൻ്റാണ്. പിന്നെ ലാസ്റ്റിലത്തേത് എക്സോസ്റ്റ് വാൽവ് ക്ലോസ് ആകും. ഇതാണ് ഇവൻറ്റുകൾ, സംഭവങ്ങൾ. ഇതെത്രയാണ് സംഭവിക്കുന്നത്? സംഭവങ്ങളാണ് ഇവൻ്റ് സംഭവം ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും ക്രാങ്കിൻ്റെ പൊസിഷൻ എവിടെയാണെന്നാണ് നെക്സ്റ്റ് കോളം. ക്രാങ്കിൻ്റെ പൊസിഷൻ
ബിഫോർ TDC ആയിരിക്കും, ആഫ്റ്റർ BDC ആയിരിക്കും ഏത് ഇൻലെറ്റ് വാൽവ് ക്ലോസ്. പിന്നെ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ എന്ന് പറയുന്നത് ബിഫോർ BDC ആയിരിക്കും, എക്സോസ്റ്റ് വാൽവ് ക്ലോസ് ആകുന്നത് ആഫ്റ്റർ TDC ആയിരിക്കും. ഇത്രയാണ് നമ്മൾ ആദ്യം എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതിന് മുമ്പ് എഴുതേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ കൺഫ്യൂഷൻ വരും, അയ്യോ എങ്ങനെ അറിയുന്നതെന്ന്. എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം. അല്ലെങ്കിൽ ഒരു ചെറിയ ടെക്നിക്കുണ്ട്. ഇതെന്തുവായാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതൊക്കെ ഇനിയിപ്പോൾ വലിയ എഞ്ചിനീയറിംഗ് പഠിത്തമൊന്നും വേണ്ടി വരത്തില്ല. എക്സോസ്റ്റ് വാൽവ് ഇത് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് അറിയാവുന്ന ഇൻലെറ്റ് വാൽവ് ഉണ്ട്, അത് ഓപ്പൺ ആകും, ശേഷം അത് ക്ലോസ് ആകും, പിന്നെ എക്സോസ്റ്റ് വാൽവ് തുറക്കും, പിന്നെ എക്സോസ്റ്റ് വാൽവ് ക്ലോസ് ആകും. നമ്മൾ വാൽവ് ടൈമിങ്ങിനെ പറ്റി പഠിക്കുന്നത്. വാൽവുകൾ ഇപ്പോൾ 2 വാൽവ്, 2 ഓപ്പണിങ് 2 ക്ലോസിങ് അല്ലേ. ഇത് നിങ്ങൾക്കൊരു ചെറിയ കൺഫ്യൂഷൻ വരും. അപ്പോൾ നമ്മളെന്താ പറയുക, ആദ്യമേ തന്നെ ഇതങ്ങ് എഴുതുക. ഇൻലെറ്റ് വാൽവ് ഓപ്പൺ, ഇൻലെറ്റ് വാൽവ് ക്ലോസ്, എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ, എക്സോസ്റ്റ് വാൽവ് ക്ലോസ് എന്ന് എഴുതുക. ശേഷം BA എന്ന് എഴുതുക. ഓരോന്നിനും ഇതുണ്ട്. ബാബ BA ബാബ എന്ന് പറഞ്ഞാൽ ഈ സന്യാസി എന്നൊക്കെ ഹിന്ദി വാക്കാണ്. BA എന്ന് എഴുതുക. BA. ശേഷം ഏറ്റവും മുകളിലും ഏറ്റവും താഴെയും TDC എഴുതുക. ഏറ്റവും മുകളിലും ഏറ്റവും താഴെയും TDC എന്ന് എഴുതുക. ബാക്കി അവശേഷിക്കുന്നതോ അവിടെ BDC എഴുതുക. ടവർ കുളത്തിൻ്റെ ഏകദേശം ഐഡിയ കിട്ടിയോ? ആദ്യം ഇവൻറ്റുകൾ എഴുതുക. ശേഷം BA ബാബ എന്ന് എഴുതുക. താഴോട്ട് ഇൻലെറ്റ് വാൽവ് ഓപ്പൺ BA. ശേഷം മൂന്നാമത് ചെയ്യേണ്ടത് മുകളിലും TDC എഴുതുക, താഴെയും TDC എഴുതുക. പിന്നെ ഇടയ്ക്കൊരു ഗ്യാപ്പ് വരുമല്ലോ, അപ്പം ഇവിടെ BDC എഴുതുക, അപ്പം കംപ്ലീറ്റ് ആയി. പിന്നെ അർത്ഥം എന്തോ, ബിഫോർ TDC, ആഫ്റ്റർ BDC, ബിഫോർ BDC, ആഫ്റ്റർ TDC. BDC പറഞ്ഞാൽ ടോപ്പ് ഡെഡ് സെൻറ്റർ, ബോട്ടം ഡെഡ് സെൻറ്റർ. പിസ്റ്റണ് ഏറ്റവും ഉയരത്തിൽ ചെല്ലുന്നതിനെയാണ്, ഏറ്റവും ഉയരത്തിൽ ചെല്ലുന്ന ഹൈറ്റാണ് ടോപ്പ് ഡെഡ് സെൻറ്ററും. പിസ്റ്റണിൻ്റെ ടോപ്പ് ഏറ്റവും താഴെ വരുന്ന ഭാഗമാണ് ബോട്ടം ഡെഡ് സെൻറ്റർ. വാൽവ് ടൈമിംഗ് ചെയ്തവർക്ക് പെട്ടെന്ന് മനസ്സിലായി കാണും. ഇനിയുള്ള ഭാഗമാണ് ഈ ആർക്ക് ലെങ്ത്. ആർക്ക് ലെങ്ത് എവിടെ നിന്ന് കിട്ടും? ആ ഡിസ്കിൻ്റെ സർക്കംഫറൻസ് അളന്നായിരുന്നു. ആ സെയിം ഡിസ്കിൽ ഒരു ചെറിയൊരു പോയിൻ്റർ ഉണ്ടല്ലോ, ആ പോയിൻ്റർ മുതൽ TDC വരെയുള്ള ദൂരം, അല്ല BDC വരെയുള്ള ദൂരം. ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ ബിഫോർ TDCയിലായി. അപ്പോൾ TDC ഏതോ ഒരു TDCയിൽ നിന്ന് മാറിയായിരിക്കും ആ പോയിൻ്റർ നിൽക്കുക. ഉദാഹരണത്തിന് TDC എന്നുള്ളത് നമ്മൾ ആ പോയിൻ്റർ ഇവിടെ വെച്ചിരിക്കുകയാണെങ്കിൽ, TDC എന്നുള്ള മാർക്കിങ് ചിലപ്പോൾ ഇവിടെ ആയിട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്ത്, ഞാൻ ഈ പറയുമ്പോൾ മനസ്സിലാകത്തില്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തവർക്ക് മനസ്സിലായി കാണും. അല്ലെങ്കിൽ ഈ എക്സ്പെരിമെൻറ്റ് വീഡിയോ എടുത്ത് അയച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ആർക്ക് ലെങ്താണ്, അതായത് പോയിൻ്ററാണിത്. ഇത് പോയിൻ്റർ, ഡിസ്കിലെ പോയിൻ്റർ. ഇത് നമ്മൾ TDC മാർക്ക് ചെയ്തിരിക്കുന്നു. TDC എന്നുള്ള മാർക്ക്, ചോക്ക് മാർക്ക് TDC മുകളിലും BDC താഴെയായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഡിസ്കിനകത്ത്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അപ്പോൾ ഈ TDC മുതൽ ഈ പോയിൻ്റർ വരെയുള്ള ദൂരം, അതാണ് ഈ ആർക്ക് ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. S ആണ് നൊട്ടേഷൻ, സെൻറ്റിമീറ്ററിലാണ്. ശേഷം S 360 / P അല്ലെങ്കിൽ S 360 / πd. ആ ഫോർമുലയ്ക്കകത്തോട്ട് ഈ വാല്യൂലായിട്ട് കൊടുക്കുമ്പോൾ ആംഗിൾ നമുക്ക് 10 ഡിഗ്രി 15 ഡിഗ്രി ഓരോ ആംഗിൾസും കിട്ടും. എത്ര ആംഗിളുണ്ട്? മൊത്തം 1. ഇൻലെറ്റ് വാൽവ് ക്ലോസിൻ്റേത്, എക്സോസ്റ്റ് വാൽവ് ഓപ്പണിൻ്റേത്, എക്സോസ്റ്റ് വാൽവ് ക്ലോസിൻ്റെ 4 ആംഗിൾസ് കിട്ടും. ഇതിപ്പോൾ പാതി ആയുള്ളൂ, ഇത് 50% ആയുള്ളൂ. ഇനി അടുത്തത് വാൽവ് ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കണം. വാൽവ് ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കാൻ ആദ്യം ഇതുപോലൊരു ക്രോസ് വരയ്ക്കുക. ശേഷം TDC താഴെ BDC എന്ന് മാർക്ക് ചെയ്യുക. ഇത് രണ്ടും മാർക്ക് ചെയ്ത് അടുത്തത് റൊട്ടേഷനാണ് കാണിക്കേണ്ടത്. റൊട്ടേഷൻ കാണിക്കുക. എങ്ങോട്ട്? ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ക്രാങ്ക് തിരിച്ച് കറക്കുന്നത് എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഏറ്റവും ആദ്യത്തെ പ്രൊസീജിയർ ക്രോസ് വരയ്ക്കുക, TDC BDC മാർക്ക് ചെയ്യുക. ശേഷം ക്ലോക്ക് വൈസ് റൊട്ടേഷൻ കാണിക്കുക. അടുത്തത് ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ഇതിൻ്റെ TDCയിലെ ബിഫോർ സൈഡാണ്. ക്ലോക്ക് വൈസിൽ വരുമ്പോൾ ബിഫോർ TDC റീച്ച് TDC, ആഫ്റ്റർ TDC. അപ്പം ആഫ്റ്റർ സൈഡാണ്. ശേഷം ഇങ്ങനെ കറങ്ങി വന്നു സെൻറ്ററിലെത്തി. ശേഷം ഈ BDCയെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണല്ലോ, ഇങ്ങനെയാണല്ലോ കറങ്ങി വരുന്നത്. അപ്പോൾ ഇത് ബിഫോർ സൈഡായിരിക്കും. കറങ്ങി ഇങ്ങനെ വന്ന് ഇവിടെ വരുമ്പോൾ BDCയിലെത്തി. ശേഷം എത്തുമ്പോൾ ഇത് ആഫ്റ്റർ സൈഡായിരിക്കും. മനസ്സിലായല്ലോ? ആദ്യം ക്രോസ് വരയ്ക്കുന്നു, TDC BDC മാർക്ക് ചെയ്യുന്നു. രണ്ടാമത് റൊട്ടേഷൻ കാണിക്കുന്നു. ക്രാങ്കിൻ്റെ റൊട്ടേഷൻ ക്ലോക്ക് വൈസിലാണെന്ന് മെൻഷൻ ചെയ്യുന്നു. ആ റൊട്ടേഷൻ കാണിച്ചാൽ അതിൽ നിന്ന് നമ്മൾ ബിഫോർ സൈഡ്
ടി ഡി സിയുടെ ബിഫോർ സൈഡ്, ടി ഡി സിയുടെ ആഫ്റ്റർ സൈഡ്, ബി ഡി സിയുടെ ബിഫോർ സൈഡ്, ബി ഡി സിയുടെ ആഫ്റ്റർ സൈഡ് മാർക്ക് ചെയ്യുന്നു. ഇത്രയാണ് ഏറ്റവും ബേസിക്. ഇത് ചെയ്യേണ്ടത് ഗ്രാഫ് ഷീറ്റിലാണ്. ചെയ്യുന്നത് വൃത്തിയായിട്ട് ചെയ്യണം. 10-35 മാർക്ക് വെറുതെ കിട്ടുന്ന അത് കളയരുത്. ഇനി നോക്കി, ഇനി ഈ ഒരു ടാബർ കോളത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചാൽ എക്സാമ്പിൾ പറയുകയാണെ. ഇവിടെ ഇൻലെറ്റ് വാൽ ഓപ്പൺ 10 ഡിഗ്രി, ഇൻലെറ്റ് വാൽ ക്ലോസ് 45 ഡിഗ്രി, എക്സോസ്റ്റ് വാൽ ഓപ്പൺ 45 ഡിഗ്രി, എക്സോസ്റ്റ് വാൽ ക്ലോസ് 10 ഡിഗ്രി എന്ന് വിചാരിക്കുക. ഇതാണ് നമുക്ക് കിട്ടിയ 10, 45, 45, 10. നോക്കിയാൽ ശരിക്കും നോക്കിയാൽ 10, 45, 45, 10 ഇതാണെന്ന് വിചാരിക്കുക. ഒന്ന് പോസ് ചെയ്ത് വേണം നോക്കിയോ. ഈ ആംഗിൾ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ, ഇൻലെറ്റ് വാൽവ് ഓപ്പൺ, ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ബിഫോർ ടി ഡി സി 10 ഡിഗ്രി. അപ്പോൾ നോക്കി, ഇത് വരുന്നത് ബി ഡി സി ലൈനാണ്. ആഫ്റ്റർ ബി ഡി സി ആണ്. അപ്പോൾ നോക്കി, ബി ഡി സി കഴിഞ്ഞു, ആഫ്റ്റർ ബി ഡി സി എത്തി. അപ്പം ഈ പോയിന്റിൽ നിന്നും 45 ഡിഗ്രി എവിടെ നിന്ന് പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് 45 ഇത് കണ്ടോ, ഈ ലൈനിൽ നിന്ന് 45 ഡിഗ്രി വയ്ക്കുക. എവിടെ ഇതെന്താണ്? ഇൻലെറ്റ് വാൽവ് ക്ലോസ്. ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആയിരുന്നു, ഇൻലെറ്റ് വാൽവ് ക്ലോസ്. ബി ഡി സി ആഫ്റ്റർ ബി ഡി സി, ഇൻലെറ്റ് വാൽവ് ക്ലോസ് ആഫ്റ്റർ ബി ഡി സി 45 ഡിഗ്രി. ബി ഡി സി നില എടുത്തിരിക്കുന്നത്. അപ്പം ബി ഡി സി ലൈനിൽ നിന്നും 45 ഡിഗ്രി. ഇപ്പോൾ പ്രൊട്രാക്ടർ എങ്ങനെ വെക്കുക? ഇങ്ങനെ വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് 45 വരയ്ക്കുന്നു. ശേഷം നമുക്ക് നമ്മുടെ കോമ്പസ് എടുത്ത് ഇതിനൊന്ന് കണക്ക് ചെയ്യണം. വൃത്തിയായിട്ട് വരയ്ക്കണം. ഇത് വൃത്തിയായിട്ട് വരച്ചാൽ 10-35 മാർക്ക് കിട്ടും. അപ്പോൾ ഒരു സെറ്റ് സൈക്കിളായി. അപ്പം ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആണ്. ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആകുമ്പോൾ എന്തോ സംഭവിക്കുന്നത്? ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആകുമ്പോൾ ഇൻലെറ്റ് വാൽവ് ഓപ്പണായി ഇൻലെറ്റ് വാൽവ് ക്ലോസ് ആകുന്നതിന് സംഭവിക്കുന്നത് എന്താണ്? സക്ഷനാണ് സംഭവിക്കുന്നത്. ഇനി അടുത്ത് നോക്കിയേ, എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ബിഫോർ ബി ഡി സി 45 ഡിഗ്രി. അപ്പോൾ ബി ഡി സിക്ക് മുമ്പായിട്ട് തന്നെ ഏത് ബി ഡി സി എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആവും. ബിഫോർ ബി ഡി സി 45 ഡിഗ്രി. ഈ വാൽവ് ടൈമിങ്ങിൽ ബിഫോർ ബി ഡി സി എന്നല്ല പറഞ്ഞു, ബിഫോർ ബി ഡി സി. ഈ ഒരു ലൈനും ഈ ലൈനും സെയിം ലെങ്ത് ആയാൽ കുഴപ്പമില്ല. ശേഷം വരയ്ക്കുന്നത് ഇതിനേക്കാൾ ഇച്ചിരി വലിയ ലൈനായിരിക്കണം. അപ്പം നോക്കി പറയുന്നത് ബിഫോർ ബി ഡി സി ആണ്. ബി ഡി സി ഏതാണ്? ബി ഡി സി ഇവിടെ, ബിഫോർ സൈഡ് ഇവിടെ. അപ്പം ഇവിടെ നിന്നും പ്രൊട്രാക്ടർ വെച്ച്, അതായത് ഇപ്പോൾ ഈ വരച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെ പ്രൊട്രാക്ടർ വെക്കുക. ശേഷം ഇവിടെ 45 ഡിഗ്രി, ഇതിനേക്കാൾ ഇച്ചിരി വലിയത് 45. ഈ ഡിഗ്രികളെല്ലാം ഞാൻ ചുമ്മാ എഴുതുന്നതാണ്. ഒരു സാമ്പിൾ തന്നിരിക്കുകയാണ്, വെറുതെ എഴുതിയിരിക്കുന്നതാണ്. ഇത് കോപ്പി അടിക്കല്ലേ. ഇവിടെ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ സംഭവിക്കുന്നു. എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആവുന്നു. ശേഷം ഇതിനെ ഇങ്ങനെ, സോറി ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി, ഈ ലൈനിലേക്കാൾ ഇച്ചിരി വലുതായിരിക്കണം ഈ ലൈനെ, അല്ലെങ്കിൽ ഇത് തമ്മിൽ കൂട്ടിമുട്ടും. അപ്പം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരയ്ക്കും. ഇത് എങ്ങനെ വരയ്ക്കണം? കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കണം. അപ്പോൾ ഇത് ശ്രദ്ധിച്ചു, ഇതിനേക്കാളും വലുതായിരിക്കണം ഇത്, ഇതിനേക്കാളും വലുതായിരിക്കണം ഇത്, അല്ലെങ്കിൽ ഇതും സെയിം. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയാണ്. ഇതും സെയിം ലെങ്താണ്, ഇത് കൂട്ടിമുട്ടും. അപ്പം ഇതിനേക്കാൾ ഇച്ചിരി വലുതായിരിക്കണം. അപ്പം ഇവിടുന്ന് ഇൻലെറ്റ് വാൽവ് ആദ്യം ഇൻലെറ്റ് വാൽവ് ഓപ്പണായി, ഇൻലെറ്റ് വാൽവ് ക്ലോസ് ആയി. രണ്ടാമത്, മൂന്നാമത് എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആകുക. എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ. അപ്പോൾ ഇതിനിടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് സ്പാർക്ക് ഒരു 5 ഡിഗ്രി ഇങ്ങോട്ടും 5 ഡിഗ്രി ഇങ്ങോട്ടും വെച്ചിട്ട് വേണമെങ്കിൽ സ്പാർക്ക് അല്ല ഇഗ്നിഷൻ, സ്പാർക്കല്ല ശരിക്കും ഇഗ്നിഷൻ എന്നാണ് പേര്, ഇഗ്നിഷൻ എന്ന് വേണമെങ്കിൽ എഴുതാം. അതുപോലെ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ക്ലോസ് ആയി ഈ ഇഗ്നിഷന് മുമ്പ് സംഭവിക്കുന്ന എന്തുവാണ്? കംപ്രഷൻ സൈക്കിളാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻലെറ്റ് വാൽവ് ക്ലോസ് ആയതിന് ശേഷം പിസ്റ്റൺ തിരിച്ച് മേപ്പോട്ട് കയറിപ്പോവാണ്. അപ്പോൾ ഇവിടെ വരെ സ്പാർക്ക് തുടങ്ങുന്നതിന് മുമ്പ് വരെ സംഭവിക്കുന്നത് കംപ്രഷനാണ്. ആ സ്പാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇഗ്നീഷനാണ്. ശരിക്കുള്ള ടെക്നിക്കൽ ടൈം ഇഗ്നീഷനാണ്. ഈ 5 ഡിഗ്രി ഇവിടെ 5 ഡിഗ്രി ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇഗ്നീഷൻ കൊടുക്കാം. അതാ കൊടുത്തോ. പിന്നെ അടുത്തത് ഈ കാണുന്ന സൈക്കിൾ എന്തുവാ? എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആകുന്ന വരെ സംഭവിക്കുന്നത് പവർ സ്ട്രോക്ക്, പുറമോട്ട് പിസ്റ്റനെ പിടിച്ച് തള്ളുന്നു. അപ്പോൾ ഇത് പവർ സ്ട്രോക്ക്, ഇത് പവർ സ്ട്രോക്കാണ്.
അപ്പം പവർ സ്ട്രോക്കാണ് ഈ സൈക്കിൾ. അതായത് ഫസ്റ്റ് ഇൻലെറ്റ് വാൽവ് സക്ഷൻ സൈക്കിൾ സംഭവിക്കുന്നു, ഇൻലെറ്റ് ക്ലോസ് ആകുന്നു. ഇൻലെറ്റ് വാൽവ് ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്ന കംപ്രഷനാണ്. എപ്പോൾ വരെ? ഇഗ്നീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ. പിന്നെ അടുത്ത 5 ഡിഗ്രി ഇവിടെ, അടുത്ത 5 മൊത്തം കൂടെ 10 ഡിഗ്രിക്കകത്ത് ഇഗ്നീഷൻ കംപ്ലീറ്റ് ആകുന്നു. ഇഗ്നീഷൻ്റെ റിസൾട്ടായിട്ടുള്ള ഫയറിങ് സംഭവിക്കുന്നു. അപ്പോൾ ഈ കിട്ടുന്ന പവർ സ്ട്രോക്കാണ്. പിന്നെ ലാസ്റ്റ് ഉള്ളത് എക്സോസ്റ്റ് വാൽവ് ക്ലോസ് ആണ്. നോക്കിയാൽ എക്സോസ്റ്റ് വാൽവ് ക്ലോസ് ആഫ്റ്റർ TDC, ആഫ്റ്റർ ടോപ്പ് ഡെഡ് സെൻറ്റർ 10 ഡിഗ്രി. അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ ആഫ്റ്റർ TDC ആണല്ലേ. അപ്പോൾ TDC ലൈനാണ്, ആഫ്റ്റർ സൈഡ് ഇവിടെയാണ്. അപ്പോൾ പ്രൊട്രാക്ടർ ഇതുപോലെ തന്നെ വെച്ചുകൊണ്ട് ഇവിടെ 10 ഡിഗ്രിയുടെ ആംഗിൾ മാർക്ക്. ഇത് കറക്റ്റൊന്നുമല്ല, ചുമ്മാ സാമ്പിൾ വരയ്ക്കും. ഇതും 10 ഡിഗ്രി. ഓക്കെ, 10 ഡിഗ്രി വരച്ചു. ഇവിടെ എഴുതി എക്സോസ്റ്റ് വാൽവ് ക്ലോസ്. അപ്പോൾ ഈ ഒരു സൈക്കിൾ ഏതായിട്ട് വരും? ഈ ഒരു സൈക്കിളാണ് എക്സോസ്റ്റ് സൈക്കിൾ. എക്സോസ്റ്റ് സൈക്കിൾ ഇത് നല്ല വൃത്തിയായിട്ട് വരയ്ക്കാൻ പഠിച്ചാൽ നമുക്ക് ഒരു 10-35 മാർക്ക് 50-ൽ പ്രാക്ടിക്കൽ എക്സാമിനും 7 മാർക്കിൻ്റെ തിയറിയും ആയി. സെക്കൻഡ് മോഡ്യൂൾ നമ്മൾ പഠിച്ചില്ലല്ലോ. സെക്കൻഡ് മോഡ്യൂളിനകത്ത് വാൽവ് ടൈമിംഗ് ഡയഗ്രാം ചോദിക്കുവാണെങ്കിൽ ഇതങ്ങോട്ട് വൃത്തിയായിട്ട് വരച്ച് വെക്കുക. അപ്പോൾ നമുക്ക് ഒരു പടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ ലാബിലേക്കുമായി പ്രാക്ടിക്കലിനേക്കുമായി ബാക്കിയുള്ള 2-3 പേർക്ക് ഈ വാൽവ് ടൈമിംഗ് ഡയഗ്രാം കിട്ടും. അപ്പം വീഡിയോ വീണ്ടും കാണുക. മനസ്സിലാകുന്നിടം വരെ കാണുക. എന്നിട്ട് ഇത് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ വരയ്ക്കാൻ പെട്ടെന്ന് മനസ്സിലായെന്ന് തോന്നുമെങ്കിലും വരച്ച് നോക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പം വീഡിയോ നല്ലവണ്ണം കണ്ട് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം 2-3 തവണ വാൽവ് ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കുക.